കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ യാതൊരാകുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ യാതൊരാകുവിൻ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോരേ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോരേ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. നല്ല സുവർണിലമാക്കി ചങ്കയന്റെ കഞ്ചനത്തെ നടത്തിയോരേ, ചെങ്കടൽ പിളർന്നു നല്ല സുവർണിലമാക്കി ചങ്കയന്റെ കഞ്ചനത്തെ നടത്തിയോരേ, ഇസ്രായേൽ സൈന്യത്തെ ന്യായം വിധിച്ചവനേ, ഇസ്രായേൽ സൈന്യത്തെ ന്യായം വിധിച്ചവനേ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. പാറയാരിൽ നിന്നു ഇസ്രായേലിനെ വചനത്തിൽ ജീവജലം കൊടുത്തവനേ, പാറയാരിൽ നിന്നു ഇസ്രായേലിനെ വചനത്തിൽ ജീവജലം കൊടുത്തവനേ, ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോരേ, ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോരേ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. പ്രാർത്ഥനയ്ക്കായിട്ട് 19-ാം സങ്കീർത്തനം. ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. ഇത് മണവറയിൽ നിന്നും പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടോടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്നും അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവുമാകുന്നു. അതിന്റെ ഉഷ്ണം ഏൽക്കാതെ മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രാണൻ തകുവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അത്ഭുതിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായവ, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. കർത്താവിന്റെ
വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെയൊരു കൺവെൻഷൻ ക്രമീകരിപ്പാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കൺവെൻഷന് പ്രകൃതിയെ നമുക്ക് അനുകൂലമാക്കി തന്നു. ഇന്നത്തെ കൺവെൻഷന്റെ അനുഗ്രഹം സ്വമേധാഭാവങ്ങളെ അകറ്റി, നമ്മുടെ ജീവിതത്തിലുള്ള സ്വമേധാഭാവങ്ങളെ അകറ്റി, അവ എൻ്റെ മേൽ വാഴരുത് എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനുമായിരിക്കും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ ഇന്നത്തെ ആരംഭ ദിവസത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്നത്തെ ശുശ്രൂഷ ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വിലയേറിയ അഭിഷക്തന്മാരിൽ കൂടി കേൾക്കുന്ന ദൈവിക ആലോചനകൾ യഹോവയെ അരുളിച്ചേണമേ. അടിയൻ കേൾക്കുന്നുള്ള ദൃഢനിശ്ചയം അടിയങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, സഭയുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ഇന്നത്തെ ശുശ്രൂഷകള് ദൈവപ്രസാദമായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. 3 ദിവസം നടക്കുന്ന ഈ കൺവെൻഷനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വിലയേറിയ അഭിഷക്തന്മാർ കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷ ഒരു വിടുതലിന്റെ രാത്രികാലമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും രോഗത്തിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവവചന ശുശ്രൂഷ അത്ഭുതകരമായ വിടുതൽ, സമാധാനം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ വിലയേറിയ അഭിഷക്തൻ പാസ്റ്റർ സൈമൺ കെ ദാനിയൽ, കാൽവറി കൗണന്റെ സെൻട്രൽ പാസ്റ്റർ, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കും. ഞങ്ങളെ അത്ഭുതമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗപിതാവേ, കർത്താവേ, അനുഗ്രഹം നിറഞ്ഞതാകുന്ന ഈ രാത്രിയുടെ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ വിലയേറിയ സാന്നിധ്യം ഇന്ന് ഈ ദിവസം മുതൽ ഇവിടെ വ്യാപരിക്കുന്നതിനാകയാൽ ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈ ദേശത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ഈ പ്രദേശത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ദൈവത്തിന്റെ നാമം ഈ ദേശത്ത് പ്രഘോഷിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളുടെ ജീവിതം നൽകി തരുന്ന വിലയേറിയ പദവികൾക്കായിട്ട് കർത്താവേ നന്ദിയോടെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് ചുറ്റുപാടുള്ള ഹൃദയങ്ങൾക്ക്, ജീവിതങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ, ഈ സഭയ്ക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന വലിയ പ്രവൃത്തികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ വചനം, ഹല്ലേലൂയ, യഹോവയുടെ ശബ്ദം, കാദേശ് മരുഭൂമിനെ തകർക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം, വനങ്ങളെ തോലൊരുക്കുമാറാക്കുന്ന ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ഈ ദിവസത്തിൽ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമേറിയ പ്രവൃത്തികൾ ദേശത്ത് സംഭവിക്കട്ടെ, അത്ഭുതമേറിയ വിടുതലുകൾ ദേശത്ത് സംഭവിക്കട്ടെ. കടന്നു വരുന്ന ഹൃദയങ്ങൾക്ക്, ഹല്ലേലൂയ, ചില ജീവിതങ്ങൾക്ക് മനഃശാന്തം ഉളവായി വരട്ടെ. ദൈവത്തിലേക്ക് ചില ജീവിതങ്ങൾ തിരിഞ്ഞു വരട്ടെ, യഥാസ്ഥാനപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഹൃദയങ്ങളോട് ഇടപെടുന്ന വലിയ പ്രവൃത്തികൾക്കായിട്ട് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സഭയ്ക്ക് ഇത് അനുഗ്രഹപ്രദമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കായി സ്തോത്രം കർത്താവേ. രാത്രികാലം രോഗികൾ സൗഖ്യമാകുവാൻ, ചില പാപികൾ മനസ്സറിയപ്പെടുവാൻ, സ്വർഗ്ഗത്തിന്റെ പ്രസാദ വർഷത്തെ പ്രസംഗിക്കപ്പെടുവാൻ തക്കവണ്ണമായിട്ട് അവിടുത്തെ അഭിഷേകത്തിന്റെ കർത്താവ് കരുത്തിൽ ഉപയോഗിക്കുമാറാകണമേ. വചനം അങ്ങയുടേതാണ്, അവിടുത്തെ ഭൃത്യൻ അങ്ങയുടേതാണ്, ജലം അവിടുത്തേതാണ്, ഭൂമി അതിലെ പൂർണ്ണതയും ഭൂതലവും നിവാസികളൊക്കെയും യഹോവയ്ക്കുള്ളതാണ്. വചനമുണ്ടല്ലോ, ഹല്ലേലൂയ. ഈ ദേശത്തെ അത്ഭുതമാർന്ന കരങ്ങളിലേക്ക് നിങ്ങൾ താഴ്ത്തിയേൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹൃദയങ്ങളോട് കർത്താവ് സംസാരിക്കണമേ. ആത്മീയ മർമ്മങ്ങളെ വിവേചരിയൊക്കെ സ്വർഗീയ പരിജ്ഞാനം ഓരോ ഹൃദയങ്ങൾക്കും കർത്താവ് നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കാലാവസ്ഥയൊക്കെയും അനുഗ്രഹമായി ഇപ്പോഴും കർത്താവ് സൂക്ഷിക്കുന്നുവല്ലോ. ഈ ആരാധന കഴിഞ്ഞ് കർത്താവ്, ഈ പ്രസംഗം കഴിഞ്ഞ്, ഈ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി പോകും വരെയും ഈ ദിവസങ്ങളിൽ സ്വർഗം ഈ കാലാവസ്ഥയുടെ മേല് ജയമെടുത്തിരിക്കുക കർത്താവെ. ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് പാട്ടുകളൊക്കെയും പാടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ചുവല്ലോ. മനോഹരമായ ഗാനങ്ങള് ഹൃദയങ്ങൾ
ഞങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്തതായിട്ട് കർത്താവെ നന്ദിയോടെ സ്തോത്രം. ഈ മഹാകൺവെൻഷന്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം അറിഞ്ഞു കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കർത്താവെ നന്ദിയോടെ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവെ. ആദ്യോടെ നമുക്ക് കർത്താവിന്റെ കൃപ കൂട്ടിയിരിക്കണം, കർത്താവ് സഹായിക്കണം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു കർത്താവിന്റെ അത്ഭുതമേറിയ നാമത്തിൽ തന്നെ ആമേൻ. തമ്പാൻ സാർ പ്രാർത്ഥിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ രാജാവേ, നല്ലതും വിലയേറിയതുമായ നല്ല സമയത്തിനായി സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച കൺവെൻഷന്റെ ആദ്യ രാത്രിക്കായി സ്തോത്രം. അതാ എന്റെ കുഞ്ഞുങ്ങൾ നാളുകളായിട്ട് കർത്താവെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചത് സ്തോത്രം. കടന്നു വന്ന എന്റെ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയും പറഞ്ഞ വിഷയത്തിന്മേൽ ആരെങ്കിലും രോഗികളായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ സ്തോത്രം, ഈ ശ്രൂഷകൾ കഴിയുമ്പോൾ സൗഖ്യത്തോട് മടങ്ങിപ്പോവാൻ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും രോഗികളായിട്ട് ഈ സഭയിലുള്ള ഒരു ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വളരെ വേഗം ഓടുന്ന വചനം അയച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് സൗഖ്യം കൊടുക്കണം പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടി കടന്നു വന്ന എന്റെ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ വികാരി അച്ഛനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെയും കൺവെൻഷന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കെടുക്കുവാൻ സാധിച്ചില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിടുതല്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമാധാനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അച്ഛന്റെ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കൊച്ചമ്മയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് വചന ശുശ്രൂഷ ചെയ്യുന്ന പയ്യമ്പള്ളി അച്ഛനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വചനം അതിന്റെ ഫ്രീക്വൻസിയിൽ കടന്നു പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു തടസ്സങ്ങളുമില്ലാതെ വചനം സംസാരിപ്പാൻ നിന്റെ മകനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജോയ് മോൻ സാറ് പ്രാർത്ഥിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് ഓർത്ത് നന്ദിയോടുകൂടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായ ഒരു കൺവെൻഷനിൽ കർത്താവെ സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത വചനം കേട്ട് ബലപ്പെടുന്ന ആമേ സ്തോത്രം, മാറ്റമില്ലാത്ത വചനത്തിന്റെ കീഴിൽ ആമേ വിശ്വസ്തയോടുകൂടി മുമ്പോട്ട് വന്നക്കണം ഞങ്ങൾ ഓരോരുത്തരെയും നീ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ തക്കോണം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലുപരി ഞങ്ങളുടെ സഭാവികാരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടദാസിയെ സമർപ്പിക്കുന്നു. ദാനമായി കൊടുത്ത പൈതലിനെ സമർപ്പിക്കുന്ന ശുശ്രൂഷ മുഖത്ത് വളരെ അനുഗ്രഹമായ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ, അതിലുപരി ദൈവസന്നിധിയിൽ മാറ്റമില്ലാത്ത വചനങ്ങളെ ഹല്ലേലൂയ അനേക ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആമേൻ മടങ്ങി വരുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൽ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമായ ഒരു പദവി ലഭിക്കാനുള്ള ആമേ സ്തോത്ര ജീവിത സാഹചര്യങ്ങൾ ഇതിന്റെ മകനിലൂടെ ഉടലെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആമേ ദൈവസ്ഥാനിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു, അനുഗ്രഹിച്ച് ബലപ്പെടുത്തണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കടന്നു വന്ന കർത്താവിന്റെ വിലയേറിയ ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തമ്പാസ് സാറിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തോമസ് സാറിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോർജ് സാറിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോയ്മൺ സാറിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സൈമൺ പാസ്റ്ററിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കൊയറിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭയുടെ കൈകാരന്മാരെ, സെക്രട്ടറി, കമ്മിറ്റിക്കാരെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്റെ മകൻ വളരെ തീഷ്ണതയോട് ചെയ്യുന്ന ഈ ജോലിയെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ എല്ലാ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ തോമസ് സാറ് പ്രാർത്ഥിക്കാം. വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനും നീതിമാനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ സ്വർഗ്ഗസ്ഥ നല്ല ദൈവമേ, നല്ലതും വിലയേറിയതുമായ നല്ല സന്ധ്യയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദേവാലയത്തിനടുത്ത കൺവെൻഷനോടനുബന്ധിച്ച് കർത്താവേ ബലഹീനനായ അടിയനും കർത്താവെ ഉച്ചയോടെ സമയത്ത് ഈ ദേവാലയത്തിൽ കടന്നു വരുവാൻ സ്വർഗ്ഗം അവിടുന്ന് അനുവദിച്ചവൻ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച പ്രകാരം കഴിഞ്ഞ വർഷക്കാലം കൺവെൻഷൻ നടന്നില്ല. കർത്താവെ, വീണ്ടും
ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവേ, തന്റെ കുഞ്ഞുങ്ങൾക്ക് ദേവാലയത്തിൽ കർത്താവേ ചില ദിവസങ്ങള് നിന്റെ മുൻപ് നിന്റെ സന്നിധിയിലെ മുഴങ്കാലുകളെ മടക്കുവാന് സ്വർഗ്ഗം ഒരുക്കിയ നല്ല സമയത്തിനും സാവകാശത്തിനുമായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളുകളായി കർത്താവേ, കഴിഞ്ഞ വർഷക്കാലം ക്ഷീണിതനായെങ്കിലും അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗം തന്റെ മകനെ അവിടുന്ന് വിടുവിച്ചവൻ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഇവിടെ ശുശ്രൂഷ ജോയ് സാറിനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. തന്റെ മകനും ക്ഷീണിതനായി കിടന്നെങ്കിലും കർത്താവേ, നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗം തന്റെ മക്കളെ അവിടുത്തെ കരങ്ങളിൽ അവിടുന്ന് താങ്ങി അവിടുത്തെ സന്നിധിയിൽ നിർത്തിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ കർത്താവേടി ഞങ്ങൾ യാചിക്കുന്ന കൃപ തോന്നി കേട്ടുത്തരമല്ലുമാറാകണമേ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കൺവെൻഷന്റെ ആരംഭ ദിവസം കർത്താവേ, വ്യക്തമായി ഇന്നത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്ന ഒരു രാത്രികാലമാക്കി ദൈവമേ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ജനങ്ങളെയും ദൈവമേ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് ഹൃദ്യമായി സംസാരിക്കുവാൻ സ്വർഗ്ഗം അവിടെ നിന്റെയാക്കണമേ. ഇന്ന് പറഞ്ഞ വിഷയം പോലെ ആരെങ്കിലും കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്, വചനം ഇന്നവരെ തൊടുവാൻ സ്വർഗ്ഗം അവിടെ നിന്റെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ അഭിഷക്തന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ദൈവമേ അവരിൽ വലിയ വൻകാര്യങ്ങളെ ചെയ്യുവാൻ സ്വർഗ്ഗം അവിടെ നിന്റെയാക്കണം. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറവാൻ സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾ നന്മകളാൽ നിറയ്ക്കണം, യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ൊരുക്കുമല്ലോ സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലും നഗരേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിൽ പ്രിയരെ, ബഹുമാനപ്പെട്ട ദൈവമിളയച്ചൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സഭാ ശുശ്രൂഷകർക്കും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. തുടർന്ന് ഔപചാരികത എന്നോണം കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും സ്വാഗതം പറയുന്ന ഒരു ചടങ്ങ് ഔപചാരികമായി ക്രമീകരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമീപ സഭകളിൽ നിന്ന് വൈശംഭാഗം, അതുപോലെ കരുവാറ്റ, കരിപ്പുഴ സഭയിൽ നിന്നും ദൈവമക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം സ്വാഗതം ചെയ്യേണ്ടതിന് വേണ്ടി സഭയുടെ സെക്രട്ടറി കുര്യൻ, ബഹുമാനപ്പെട്ട ശ്രീ കുര്യൻ പത്തിച്ചിറയെ ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സായം സന്ധ്യയിൽ കൺവെൻഷനോടനുബന്ധിച്ചുകൊണ്ട് കടന്നു വന്ന എല്ലാ ശ്രേഷ്ഠ ദൈവന്മാർക്കും എല്ലാ ശ്രേഷ്ഠദാസന്മാർക്കും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സമീപ സഭകളിൽ നിന്ന് എത്തിയിട്ടുള്ള സഭാവിശ്വാസികൾ, ബഹുമാനപ്പെട്ട കർത്താവിന്റെ ശ്രേഷ്ഠ പുരോഹിതന്മാർ, നമ്മുടെ സഭയുടെ വിശ്വാസികൾ, അതുപോലെ തന്നെ എന്റെ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ കൺവെൻഷന് സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പ് ഈ കൺവെൻഷൻ ഇങ്ങനെ ക്രമീകരിക്കുവാൻ സംജാതമായ ഒന്ന് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുവാൻ ഞാൻ ഈ സമയം ശരണപ്പെടുകയാണ്.
2024 വർഷത്തെ കൺവെൻഷൻ വളരെ വിപുലമായ രീതിയിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തതാണ്. നിർഭാഗ്യവശാൽ 2024 കൺവെൻഷൻ ഞങ്ങൾക്ക് നടത്തുവാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണമെന്നുള്ളത് ഞങ്ങളുടെ ബഹുമാനരായിട്ടുള്ള കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ രോഗബാധിതരായി ആശുപത്രികളിൽ അഭയം തേടുകയും ദീർഘനാളുകൾ ഭവനങ്ങളിൽ വിശ്രമത്തിലുമായിരുന്നു. ആയതിനാൽ 2024 കൺവെൻഷൻ ഞങ്ങൾക്ക് നടത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരവസ്ഥയായിരുന്നു. എന്നാൽ വലിയവനായ ദൈവം 2025 ഈ കൺവെൻഷൻ മനോഹരമായ രീതിയിൽ നടത്തുവാൻ പൊതുയോഗത്തിന്റെയും ചർച്ച കമ്മിറ്റിയുടെയും ഒക്കെ അനുവാദം ലഭിക്കുകയും മനോഹരമായ രീതിയിൽ നടത്തുവാൻ ദൈവം അനുവദിക്കുകയും ചെയ്തു എന്നുള്ള സന്തോഷകരമായ കാര്യവും ആദ്യമേ അറിയിക്കട്ടെ. ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ എല്ലാവരും സഭാവിശ്വാസികൾ എല്ലാവരും ഏകീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരു കൺവെൻഷൻ നടത്തുവാൻ ചർച്ച കമ്മിറ്റിയോടൊപ്പം അണിചേർന്ന മഹാസന്തോഷവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഔപചാരികതയോടുകൂടി ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രേഷ്ഠ പുരോഹിതൻ പറഞ്ഞതുപോലെ ഈ കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനായിട്ടുള്ള നമ്മുടെ ശ്രേഷ്ഠ പുരോഹിതനും സഭാവികാരിയുമായിട്ടുള്ള റവറൻ തോമസ് ജോൺ അവറുകൾക്ക് ഈ 2025 കൺവെൻഷനിലേക്ക് സ്നേഹോഷ്പളമായ സ്വാഗതം എന്റെയും സഭയുടെയും പേരിൽ ആദ്യമായി അറിയിക്കുന്നു. അടുത്തതായി അനുഗ്രഹീതമായ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതിഭദ്രാസന ആത്മീയ സെക്രട്ടറിയും നമ്മുടെ സഭാംഗം കൂടിയായിട്ടുള്ള കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ജോൺസൺ പയ്യമ്പള്ളി അവറുകൾ, അദ്ദേഹത്തിനും എന്റെയും സഭയുടെയും പേരുള്ള സ്നേഹോഷ്പളമായ സ്വാഗതം കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ദേവാലയത്തിനുള്ളിലായിരിക്കുന്ന പ്രിയപ്പെട്ട കർത്തൃദാസന്മാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു സദസ്സ്, അതുപോലെ തന്നെ ആധ്യാത്മികമായ ഒരു ഉണർവ് പകർന്നു നൽകുവാൻ നമ്മോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട കർത്തദാസന്മാർ, ഓരോരുത്തരുടെയും പേര് ഞാനെടുത്ത് പറയുന്നില്ല, സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ സദ്യം ക്ഷമിക്കണമെന്ന് കർത്താമത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. വിശിഷ്യ നമ്മോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ, നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുകയൊക്കെ ചെയ്ത പ്രിയപ്പെട്ട പാസ്റ്റർക്കും ഈ അവസരത്തിൽ സ്നേഹോഷ്പളമായ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാറ്റിലുമുപരി ഈ കൺവെൻഷന്റെ ആലോചന മുതൽ ഈ സമയം വരെയും ചർച്ച കമ്മിറ്റിയോടും ഓരോ അംഗങ്ങളോടും ഒപ്പം ഈ കൺവെൻഷന്റെ പരിപൂർണമായ ഒരു വിജയത്തിന് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുവാൻ കൊയർ വിഭാഗത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ, അതുപോലെ ഈ സംഗീത പഠന സമയത്തൊക്കെയും അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയും ക്രമീകരിച്ചുകൊണ്ട് സഭയോട് ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഭാപ്രവർത്തകൻ ശ്രീ ജോയിലാസർ തുണ്ടുകുളം അവർക്കും ഈ അനുഗ്രഹീതമായ കൺവെൻഷനിലേക്ക് സ്നേഹോഷ്പളമായ സ്വാഗതം കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ കൊയർ വിഭാഗം, ഞാൻ പ്രാരംഭമായി പറഞ്ഞതുപോലെ തന്നെ ദൈവത്തെ പാടി സ്തുതിക്കുന്നത് നേരിലുള്ളവർക്ക് ഉചിതമാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഈ സംഗീത വിഭാഗത്തിന് പാട്ടുകൾ അഭ്യസിപ്പിച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ഇതിന് നേതൃത്വം നൽകുന്ന ബാബു സഹോദരനടക്കം ഓരോ കൊയർ സംഘങ്ങൾക്കും ഈ കൺവെൻഷന്റെ പേരിലുള്ള സ്നേഹോഷ്പളമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ കൊയറിനെ വളരെ മനോഹരമാക്കുവാൻ അങ്ങ് വിദൂരതയിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന്
നമ്മുടെ ഈ സംഗീത ഈ കൊയർ ഗ്രൂപ്പിന് വേണ്ട പ്രചോദനവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അനുഗ്രഹീതനായിട്ടുള്ള കലാകാരൻ കീബോർഡിസ്റ്റിനും ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ പരിപാടികൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആത്മമിത്രവും നമ്മുടെ സഹോദരനുമായിട്ടുള്ള നമ്മുടെ സഭാംഗം കൂടിയായിട്ടുള്ള രാജേഷ് റോഷ്വില്ല, അദ്ദേഹത്തിനും ഈ സമയം ഈ കൺവെൻഷന്റെ പേരിൽ സ്നേഹോഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാത്തിലുമുപരി ഈ കൺവെൻഷനിൽ പങ്കെടുക്കുകയുള്ള വിശ്വാസികൾ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹോഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമമിടുന്നു. ദൈവമെല്ലാം ബഹുമാനപ്പെട്ട റവർ ജോൺസൺ പൈമ്പിള്ളച്ചൻ ഉദ്ഘാടനം ചെയ്യും. അതിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യയെങ്കിൽ ഈ വിശുദ്ധ ദൈവാലയത്തിൽ ഒരുമിച്ചായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ച വലിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഈ സഭയുടെ വികാരി ബഹുമാനപ്പെട്ട തോമസ് ജോണച്ചൻ, അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന സഹാശുശ്രൂഷമാരായിരിക്കുന്നതായ ശ്രേഷ്ഠ ദൈവദാസന്മാർ, ഇന്നത്തെ യോഗത്തിനായി കടന്നു വന്നിരിക്കുന്നതായ വിശ്വാസികളായ ഏവർക്കും ക്രിസ്തു യേശുവിലുള്ള എൻ്റെ സന്ധ്യാവന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെയും ഈ വർഷത്തെയും ചില അനുഭവങ്ങളിൽ കൂടെ എൻ്റെ ഓർമ്മ കടന്നുപോയപ്പോൾ അത് സങ്കീർത്തന വേദഭാഗത്ത് ഇങ്ങനെ ഒരു വാക്യം വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ അനവധി ആഗ്രഹങ്ങളും വിചാരങ്ങളും ഉണ്ടെങ്കിലും സാധ്യമാകുന്നത് യഹോവയുടെ നിരൂപണം, അതേ സാധ്യമാകുവാൻ ഇടയാകുകയുള്ളൂ എന്നുള്ളത് തിരുവചനം പറയുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്നതായ പ്രയാസവും പ്രതികൂലവും ഒക്കെ തമ്പുരാൻ അറിയാതെ അല്ല എന്നുള്ളത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ളതായ കാര്യമാണ്. ഇന്ന് ഔപചാരികമായിട്ട് ഈ കൺവെൻഷൻ ഇന്ന് നാളെ നടക്കുന്നതായ മറ്റന്നാൾ നടക്കുന്നതായ കാര്യങ്ങളൊക്കെയും അതിൻ്റെ കാര്യങ്ങളെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്തത്തിലാണ് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. നമ്മൾ തിരുവചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ കാര്യം, ദൈവനാമത്തിനു വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവാലയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ളതായ വ്യക്തികളുടെ പ്രയത്നത്തിന് യാതൊരു വിധമായ പ്രതികൂലവും ഉണ്ടാകുകയല്ല, നേരെ മറിച്ച് അനുകൂലമായ അനുഗ്രഹമായി ആയിരിക്കും ഉണ്ടാകുന്നതെന്നുള്ളത് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ആമുഖമായ ഒരു വാക്യം വായിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നു പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് കടന്നു പോകാം. നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? രാജാവിനോടോ സേനാധിപതി? അവൻ അവളോട്, വേദപുസ്തകത്തിൽ അവനോടെന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവൻ പ്രവാചകൻ ശൂനേംകാരിയോട്, നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹവും മനോഹരമേറിയതായ ഈ ദിവസത്തിൽ അങ്ങയുടെ പാദപ്പെടുത്തോടടുത്ത് വരുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരുവചനത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, ഇതിന്റെ നല്ല വശങ്ങളെ ചിന്തിച്ച് അനുഗ്രഹത്തോടെ മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു മൂലം അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വായിച്ച വേദഭാഗവും അതിന്റെ പശ്ചാത്തലവും എല്ലാം നമ്മൾക്ക് സുപരിചിതമായ വേദഭാഗമാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്
ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും, എല്ലാ സുഖ സൗകര്യങ്ങളും, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി ദേശത്ത് അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുന്നതായ ഒരു സ്ത്രീയുടെ ചരിത്രത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒരു ജീവിതത്തിൽ ലഭിക്കാവുന്നതിന്റെ മാക്സിമം ലഭിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെയും ഒരു ദുഃഖം മാറാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആ ദുഃഖത്തിന്റെ അവസ്ഥയിലും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നതിനും യാതൊരു വിധമായ മടിയും കാണിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് തന്നെ പല സാഹചര്യങ്ങളിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ആരാധനയ്ക്ക് പോവുകയില്ല, മറ്റു കാര്യങ്ങളിൽ നിന്നും പോകാതെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇവിടെ അതല്ല. ഇവിടെ കാണുന്നത് ഈ ശൂനേംകാരിയുടെ ജീവിതത്തിലുള്ളതായ കുറവ് നികത്തുവാൻ കഴിയുന്നത് തമ്പുരാന് മാത്രമേ ആകുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ആ സ്ത്രീ കടന്നു വരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ബലഹീനതകളെയും കുറവശങ്ങളെയും നികത്തുവാൻ തക്കവണ്ണം കഴിവുള്ളത് തമ്പുരാനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് വായിച്ചെടുപ്പാൻ തക്കവണ്ണം കഴിയും. കാരണം ഒരു തലമുറയില്ലാതിരിക്കുന്നതായ സാഹചര്യത്തില് ഭൂമിയുടെ ഏതറ്റം വരെ വേണേലും പോയി അതിനു വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കയ്യിലുള്ളതായ സാമ്പത്തികത്തിന്റെ മാക്സിമം നമ്മൾ ചെലവാക്കും. പക്ഷെ പലപ്പോഴും അവിടെ നിരാശ വരുന്നു. ചില സാഹചര്യങ്ങളിൽ അത് പ്രാക്ടിക്കലായി കാണുവാനും തക്കവണ്ണം കഴിയുന്നുണ്ട്. പക്ഷെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് നിരാശയുടെ അനുഭവത്തിലേക്കാണ് വരുന്നത്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ സ്ത്രീയുടെ ശ്രദ്ധയിലേക്ക് ഒരു ദൈവപുരുഷനെ, ഒരു ദൈവദാസനെ, ഒരു ഉപദേശിയെ, അല്ലെ ഒരു പാസ്റ്ററെ ആ സ്ത്രീയുടെ മുന്നിലേക്ക് ദൈവം അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ പറയുന്നത് അവരെ വീട്ടിലേക്ക്, നമുക്ക് അതിന്റെ ചരിത്രം മൊത്തം അറിയാവുന്നതായ കാര്യമാണ്. അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, അദ്ദേഹത്തിന് വേണ്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കടന്നു പോകുന്നു. അല്പനാള് കഴിഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ടവൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഈ വഴി പല പ്രാവശ്യമായിട്ടൊരു ദൈവദാസൻ കടന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി പല പ്രാവശ്യം പ്രാർത്ഥിക്കുവാനായിട്ട് ഈ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെയും ഞാൻ വിശ്വസിക്കുന്നതായ സാഹചര്യത്തിലേക്ക് കടന്നു വന്നു എങ്കിൽ പോലും തന്റെ വീട്ടിൽ തന്റെ ഭർത്താവ് കടന്നു വരുന്നത് വരെ ക്ഷമിപ്പാനുള്ള ഒരു മനസ്സ് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ തന്റെ ഭർത്താവ് കടന്നു വരുന്നതായ സമയത്ത് ഭർത്താവിനോട് ആലോചിക്കുകയാണ്, ഇന്നതുപോലെ ഒരു ദൈവദാസൻ കടന്നു പോകുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു ദിവസം അദ്ദേഹത്തെ ഇവിടെ താമസിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ടൊരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ എന്റെ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു എന്ന് തന്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ആ സ്നേഹനിധിയായ ഭർത്താവ് പറയുകയാണ്, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല. പിറ്റേ ദിവസം വിളിച്ചു വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് ഈ സ്ത്രീ എന്ന തന്റെ ആവശ്യം പറയുന്നില്ല എന്നുള്ളത് നമ്മുടെ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പല പ്രാവശ്യം ചോദിച്ചു, എന്താണ് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം എന്താണ് കാര്യമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയുന്നില്ല. അവസാനം പറയുകയാണ്, തന്റെ ശിഷ്യൻ പറയുകയാണ്, ഒരു തലമുറയില്ലാത്തതിന്റെ ഭാരം ആ സ്ത്രീയെ അലട്ടുന്നുണ്ട് എന്ന് പറയുകയാണ്. അവിടെയാണ് പ്രവാചകൻ ചോദിക്കുന്നത്, ഇത്ര മാത്രം നീ ഞങ്ങൾക്ക് താല്പര്യമായിട്ട് കാര്യം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, ഇത്രമാത്രം കാര്യത്തോടുകൂടെ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, ഇനി ഈ ചെയ്തതിന് പ്രതിഫലമായി നിനക്കെന്താ വേണ്ടത്? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും എന്റെ ഹൃദയവിചാരത്തെ അറിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ചില ദൂതുകൾ പറഞ്ഞ് എന്റെ ഭവനത്തിലേക്ക് ഇതുപോലെ വിടുന്നതായ സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇവിടെ പറയുകയാണ്, ഇത്രമാത്രം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ വേറൊരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇത്രമാത്രം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ
ഞാൻ അതിനെ കാണുന്നത് ദൈവദാസന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് ആർക്ക് ചെയ്യുന്നത് പോലെയാ. പറഞ്ഞോ, ആർക്ക് ചെയ്യുന്ന പോലെയാ? ദൈവത്തിന് ചെയ്യുന്നത് പോലെയാ അല്ലെ? അപ്പോൾ ദൈവത്തിന് വേണ്ടി നീ ഇത്രമാത്രം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ടെങ്കിൽ ഇനി നിന്റെ ആവശ്യം പറ. അത് സാധ്യമാക്കി തരുവാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നതായ ഭാഗമാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇവിടെ ഞാൻ ഓർപ്പിക്കുന്നത് ദൈവനാമമഹത്വത്തിന് വേണ്ടി ഈ ഒരു കൺവെൻഷൻ ഇത്രയും ഭംഗിയായി നടത്തുവാൻ വേണ്ടി നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അവിടെ ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്തു തരണം? വേദപുസ്തകം പറയുന്നു, എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ഉണ്ട് എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു മാസമായിട്ട് ഈ ആലയത്തിന് വേണ്ടി, ഈ കൺവെൻഷന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവൻ ചെയ്ത പ്രവർത്തികൾ, ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ചെയ്ത പ്രവർത്തികൾ തമ്പുരാൻ കാണുന്നുണ്ട്. ആ തമ്പുരാൻ ഇന്ന് രാത്രികാലം ചോദിക്കുകയാണ്, നീ ഈ പ്രവൃത്തി എനിക്ക് ചെയ്തില്ലേ, എന്റെ നാമത്തിന് ചെയ്തില്ലേ, നിനക്ക് ഇനി എന്താ വേണ്ടത്? ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, എന്താണ് മനസ്സിന്റെ ആഗ്രഹം, എന്താണ് വിചാരം, എന്താണ് പ്രതീക്ഷ, എന്താണ് ആഗ്രഹം എന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ. ഹല്ലേലൂയ. ദൈവം അത് സാധ്യമാക്കി തരും. കാരണം ഹല്ലേലൂയ, സുനങ്കാരി ചെയ്ത പ്രവർത്തിക്ക് സുനങ്കാരിക്ക് മറുപടി കൊടുക്കുവാൻ ഇടയായെങ്കിൽ ഹല്ലേലൂയ, കരഞ്ഞ ഹാഗാറിന് മറുപടി കൊടുക്കുവാൻ ഇടയായെങ്കിൽ ഹല്ലേലൂയ, സാരാഭാത്തിലെ വിധവയ്ക്ക് മറുപടി കൊടുക്കുവാൻ ഇടയായെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയും കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായ എനിക്കും നിങ്ങൾക്കും ദൈവം തരികയില്ലേ പ്രതിഫലം? നിശ്ചയമായും തരുവാൻ തക്കവണ്ണം ഇടയാവും. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. എന്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവനാമ മഹത്വത്തിനു വേണ്ടിയും ദൈവാലയത്തിനു വേണ്ടിയും പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകുവാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിരാശയിലേക്ക് പോവുകയല്ല, പിന്നെയോ അനുഗ്രഹത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. ഈ പ്രവൃത്തികൾ ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് ഈ കൺവെൻഷൻ ക്രമീകരിക്കാൻ തക്കവണ്ണം ഇതിനു മുൻപിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ പ്രതീക്ഷകളെ, അവരുടെ പ്രത്യാശകളെ, അവരുടെ ആഗ്രഹങ്ങളെ ഒക്കെയും എന്റെ തമ്പുരാൻ കാണട്ടെ, അതിന് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനെ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ 2025 ഈ കൺവെൻഷൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂരി താഴ്വരയിലല്ലയോ, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിന് ഒരുങ്ങിയിടാം, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിന് ഒരുങ്ങിയിടാം. ആകാശത്തിൽ ശക്തിയിളകുന്നതാൽ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ആകാശത്തിൽ ശക്തിയിളകുന്നതാൽ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേരിച്ചു നിർജീവനായിടുന്നേ ഒരുങ്ങിയിടാം, ജനം പേരിച്ചു നിർജീവനായിടുന്നേ ഒരുങ്ങിയിടാം. 2025 ആണ്ടിന്റെ ആദ്യഫല പെരുന്നാളിനോടും സുവിശേഷ യോഗത്തോടും അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ എത്തിച്ചേർന്ന എല്ലാ ദൈവമക്കൾക്കും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠനും എന്നോടൊപ്പം കർത്തൃവേലയിൽ ഒരുമിച്ച് ശുശ്രൂഷ പങ്കിടുന്ന കർത്താവിന്റെ ദാസന്മാരോടും കൂടെ ബഹുമാനപ്പെട്ട സൈമൺ പാസ്റ്റർ ഉൾപ്പെടെയാണ് ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നമ്മുടെ സമീപ സഭകളിൽ നിന്നുള്ള ദൈവമക്കൾ, ദൈവദാസന്മാരൊക്കെ എത്തിച്ചേർന്ന് ഈ സുവിശേഷ യോഗം ഇത്രത്തോളം മനോഹരമാക്കുവാനും ഒരു മനോഹരമായ ഗായക സംഘത്തോടൊപ്പം ദൈവത്തെ പാടി സ്തുതിപ്പാനും ദൈവത്താൽ നമുക്ക് ലഭ്യമായ ഈ സമയത്ത് ഓർത്ത് വീണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വർഷം നിങ്ങളോടുകൂടെ ആയിരിക്കാൻ, ദൈവമക്കളോടുകൂടെ ഈ സന്തോഷ ദിവസങ്ങൾ പങ്കിടുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങനെ പറഞ്ഞ് നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന തുടർന്നും ഉണ്ടായിരിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം, അതിന്റെ അവസാന വാചകം. മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ ഈ പരിശുദ്ധ പകൽ സുരക്ഷിതരായിരുന്ന് ഈ രാത്രിയുടെ ഈ യാമത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തിയതോർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. പരിശുദ്ധ പിതാവും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് അടിയങ്ങളെ പറ്റുമായി സമർപ്പിക്കുന്നു. ഈ സുവിശേഷ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച അങ്ങയുടെ ശ്രേഷ്ഠവൃത്തിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കും ദൈവഭൃത്യന്മാരെയും കടന്നു വന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയൻ ഇത്രക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അല്പനിമിഷം കൂടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠമായിരിക്കട്ടെ. അങ്ങയുടെ കൃപയിൽ അവിടെ ഞങ്ങളെ മറയ്ക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അടിയനെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേട്ട് ഉത്തരമരുളുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ വായിച്ച വേദഭാഗം നമുക്ക് ചുരുക്കം ചില മിനിറ്റുകൾ കൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമുക്ക് ആവശ്യമായ വിലപിടിച്ച മുത്തുകൾ കോരിയെടുക്കാൻ അല്പം പ്രയാസമുള്ള പുസ്തകവും വേദഭാഗവുമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പുസ്തകമാണ്. അതിന്റെ ഭാഷാശൈലിയും അലങ്കാരിക പ്രയോഗങ്ങളും പലർക്കും മനസ്സിലാകാത്തതും അത് പ്രയോജനരഹിതമായ ഒരു കാര്യമാകുന്നു എന്ന് നിരൂപകരും വിമർശകരുമൊക്കെ ഈ പുസ്തകത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു വേദ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാട് പുസ്തകത്തിന്റെ ആധികാരികത അത് വളരെ വലുതാണ്. കാരണം ഈ പുസ്തകത്തിൽ ആദ്യോടന്തം പരാമർശിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനെയോ ആചാര്യ പുരുഷന്മാരെയോ അല്ല, സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദൈവപുത്രനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം. ദൈവം മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം. പല സംഭവങ്ങളെ നമ്മളെ പെരുപ്പിച്ച് കാണിക്കാറുണ്ട്. പക്ഷേ ദൈവം ജഡാവതാരമെടുത്ത് കന്യകയായിരിക്കുന്ന ഒരു പെൺകുട്ടിയിലൂടെ പുരുഷ സ്പർശനമേൽക്കാതെ ഗർഭവതിയായി ഭൂമിയിലേക്ക് ജന്മമെടുത്ത നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ സംഭവം. അതുകൊണ്ട് ലോകത്തിലെ മറ്റ് ഏത് സംഭവങ്ങളെക്കാളും ദൈവം മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഈ സംഭവത്തിന് പിന്നാലെ സഞ്ചരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവ മക്കൾ. ഞാൻ പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രതിപാദ്യ പുരുഷൻ, പ്രതിപാദ്യ വിഷയം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. മറ്റ് ആചാര്യ പുരുഷന്മാരാരുമല്ല. മറ്റൊരു കാര്യം പറഞ്ഞാൽ ലോകത്തിൽ വരുവാനിരിക്കുന്ന അഥവാ ഭാവികാല സംഭവങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന ഏത് സംഭവങ്ങൾക്കും അതിന്റെ പശ്ചാത്തലം കാണുവാൻ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കഴിയും.
ഈ കാലയളവിൽ എല്ലാവരും പറയുന്ന, നിരീക്ഷകരും നിരൂപകരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഏതാണ്ട് ലോകത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന്. കാരണം സംഭവങ്ങൾ അങ്ങനെയാണ് വിളിച്ചറിയിക്കുന്നത്. ആ സംഭവങ്ങളുടെ എല്ലാം ഉറവിടം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കാണുവാൻ കഴിയും. രാഷ്ട്രീയ മാറ്റങ്ങളും ക്ഷീരപഥങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളും മനുഷ്യന്റെ ബുദ്ധിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ഇതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ, വെളിപ്പാട് പുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുമെന്നാണ് നിരൂപകരുടെ വാദം. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിന് വലിയൊരു ആധികാരികതയുണ്ട്. ഞാൻ അതിന്റെ ആധികാരികമായ കാര്യങ്ങളിലേക്കെല്ലാം കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വെളിപ്പാട് പുസ്തകം നാം ആദ്യോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ചിലയിടത്ത് വെളിപ്പാട് പുസ്തകം ഒന്ന് തുറക്കാൻ പറഞ്ഞാൽ അറിയാൻ വയ്യാത്തവരുമുണ്ട്. എവിടെയാണ് ഈ പുസ്തകം സ്ഥിതി ചെയ്യുന്നത് അറിയാൻ വയ്യാത്തവരുമുണ്ട്. കാരണം പുസ്തക പരിചയം കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. വലിയൊരു പ്രസംഗത്തിനായിട്ടൊന്നും മുതിരുന്നില്ല. നാം ഇതിന്റെ 1-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ നമുക്കിതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാകും. ഇതാരാണ്, ആർക്കാണ്, എപ്പോഴാണ് ഈ വെളിപ്പാടുകൾ ലഭ്യമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്. വായിക്കുന്നു, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യോഹന്നാന്റെ വെളിപ്പാടല്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, ഇത് പെട്ടെന്ന് സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളോർക്ക് എന്താ ഇപ്പോ അങ്ങനെ സംഭവിക്കാത്തതെന്ന്? സംഭവിച്ചു തുടങ്ങുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ മറ്റൊരു ശക്തിക്കും കഴിയുകയില്ല. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാർക്ക് കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് കൊടുത്തിട്ട്, പുത്രനായ ദൈവമായ കർത്താവ് യേശുക്രിസ്തു അത് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. 2-ാം വാക്യം നാം വായിക്കുന്നു, അത് അവൻ സാക്ഷീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ യോഹന്നാൻ. പെട്ടെന്ന് പോവുകയാണ്. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാൾ ഒരു ഭാഗ്യമില്ല. ഭാഗ്യങ്ങളിൽ ഭാഗ്യമാണ് ഈ പ്രവചന പുസ്തകം, പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും, വായിക്കുന്നവരും കേൾക്കുന്നവരും മാത്രമല്ല, അങ്ങനെ ആകുകയും ചെയ്യരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് ഭാഗ്യവാന്മാരെ കണ്ടെത്തണമെങ്കിൽ ലോട്ടറി എടുക്കണം, അല്ലേ? പക്ഷെ 1-ാം സങ്കീർത്തനം വായിക്കുമ്പോഴും അതിനകത്തും ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഈ പുസ്തകത്തിന്റെ ഒരു ആധികാരികത ഇതാണ്. ഇത് വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവമക്കൾക്ക് ഒരു ഭാഗ്യകരമായ പ്രത്യാശ തരുന്ന, പ്രത്യാശയുടെ ഉറവിടമാണ് വെളിപ്പാട് പുസ്തകം. എങ്ങനെ വായിക്കാതിരിക്കും? വായിക്കണം. വചനം വായിക്കാൻ, വായിച്ച് കേൾപ്പിക്കാൻ, അത് പ്രമാണിക്കാൻ ദൈവം തന്ന അമൂല്യ നിധിയാണ് വിശുദ്ധ വേദപുസ്തകം. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് അങ്ങനെ അവിടെ പറയുകയാണ്. ഈ പുസ്തകമാണ്
നമുക്ക് വിടുതൽ തന്നത്. ഈ പുസ്തകമാണ് സ്വാതന്ത്ര്യം തന്നത്. ഈ പുസ്തകമാണ് നാം ഇന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാൻ കാരണമായത്. നമുക്കിന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുവാൻ, നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് സ്വന്തമായി തീരാൻ ഈ പുസ്തകമാണ് കാരണമായത്. ഈ പുസ്തകത്തിന്റെ ഒരു ആധികാരികത, വെളിപ്പാട് പുസ്തകത്തിന്റെ ആധികാരികത, അത് നമ്മളെ ഭാഗ്യവാന്മാരാക്കുന്നു. എന്നിട്ട് നാം വായിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. ഈ പുസ്തകം എഴുതിയ കാലം മുതലേ ആ വാചകവചനത്തുണ്ട്, സമയം അടുത്തിരിക്കുന്നു. നാം എപ്പോഴും ഈ സമയത്തെക്കുറിച്ച്, ഇത് വേഗത്തിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളുടെ സമയത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതായിട്ടുണ്ട്. സമയം അടുത്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4-ാം വാക്യം. ഇവിടെ താഴേക്ക് നാം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ എഴുതാൻ യോഹന്നാനോട് ആവശ്യപ്പെടുകയാണ്. നാം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, 1-ാം അധ്യായം 19-ാം വാക്യം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. യോഹന്നാൻ പറയുകയാണ്, ആസ്യയിലെ 7 സഭകൾക്കും എഴുതുക. സഭ എന്താണെന്നും സഭ എങ്ങനെ ആയിരിക്കണമെന്നും വെളിപ്പെടുത്തുന്ന വ്യക്തമായ രേഖകൾ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. സഭ എങ്ങനെയുള്ളതായിരിക്കണം? കർത്താവ് ആഗ്രഹിക്കുന്ന സഭ ആ നിലകളിൽ ആയിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സഭ കെട്ടി അടച്ച തോട്ടമാണ്, മുദ്രയിട്ട ഒരു ജലാശയമാണ്. ഞാനത് കൂടുതൽ പറയുന്നില്ല. അപ്പൊ സഭ എന്താണെന്ന് വ്യക്തമാക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അത് കെട്ടിയടച്ച തോട്ടമാണ്, ആർക്കും കയറി തുറക്കാൻ പറ്റുന്നതല്ല. തുറക്കാനും അടയ്ക്കാനും അധികാരമുള്ളവൻ അധികാരപ്പെടുത്തുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. സഭ വെറുതെ മലർക്കെ തുറന്നു കിടക്കുന്നതല്ല, അതൊരു തോട്ടം, മുദ്രയിട്ട തോട്ടം. തോട്ടത്തിന് കാവൽമാടമുണ്ട്, കാവൽക്കാരനുണ്ട്, വേലിയുണ്ട്. അതാണ് സഭ. അങ്ങനെയുള്ള സഭയെക്കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആസ്യയിലെ 7 സഭകൾ. 7 സഭകൾ മാത്രമല്ല, ഈ 7 സഭ, 7 എന്ന് പറയുന്നത് ഒരു സാർവത്രിക സംഖ്യയാണ് വേദപുസ്തകത്തിൽ. അതിനൊരു പൂർത്തീകരണമുണ്ട്. അപ്പൊ സാർവത്രികമായ സകല നിലവിലുള്ള സകല സഭകളെയും ബാധിക്കുന്ന വിഷയമാണ് ഈ 7 സഭകൾക്കും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക സഭയ്ക്കല്ല, ആസ്യയിലെ ഏതെങ്കിലും ഒരു സഭയ്ക്കല്ല, ഇന്ന് നിലവിലിരിക്കുക. അതാണ് യോഹന്നാനോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും. ഇപ്പോൾ ഉള്ളത് സഭയെക്കുറിച്ച്. ഈ ആസ്യയിലെ 7 സഭകളെയും നാം പഠിക്കുമ്പോൾ 7 സഭകൾക്കും പൊതുവായ ചില ഉപദേശങ്ങൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടേക്ക് വരുന്നില്ല. അങ്ങനെ 7 സഭയ്ക്കും ദൂതെഴുതുവാൻ യേശു യോഹന്നാനോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് 4-ാം വാക്യത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ, ഇത് പറയുന്നത് ആരാണെന്ന് കൂടി അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയുള്ളവനാണ്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും
വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കൽ നിന്നും പ്രൈസ് ദി ലോർഡ് ഈ ദർശനം, ഈ വെളിപ്പാട് നൽകുന്ന യേശുവിന്റെ സവിശേഷത വിശേഷാൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്ന്. 3 കാലങ്ങൾ അവിടെയുണ്ട്. ത്രികാലങ്ങൾക്കപ്പുറത്തേക്ക് യേശുവിനെ പോലെ ആരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെയും നാം വായിക്കുന്നു, അവന്റെ സിംഹാസനത്തിന് മുൻപുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും. യേശുവിനെ കുറിച്ചാണ് വിശ്വസ്ത സാക്ഷി. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും. മരിച്ചവരിൽ ആദ്യജാതൻ. ഭൂമിയിൽ ഭാരത സംസ്കാരത്തിൽ ധാരാളം ആചാര്യന്മാർ എഴുന്നേറ്റിട്ടുണ്ട്, അവര് മരിച്ചിട്ടുണ്ട്. പക്ഷേ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അങ്ങനെയെങ്കിൽ മരിച്ചവരിൽ, ഈ ഭൂമിയിൽ ജനിച്ചവരിൽ ആദ്യം ഉയർത്തെഴുന്നേറ്റ, മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റതിൽ ആദ്യജാതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. വരാൻ പോകുന്ന ദിവസങ്ങൾ നാം അതെല്ലാം സ്മരിക്കാൻ പോവുകയാണ്. അപ്പോൾ നാം വായിക്കുന്നത്, മരിച്ചവരിൽ ആദ്യജാതൻ. വേറെ ആരുമില്ല, രണ്ടാമൻ പോലും ഇല്ല. ഈ ഒരൊറ്റ ആളെയും. അവനാണ് നമ്മുടെ ദൈവം, അവനാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് നമുക്ക് മതിയായവൻ. പിന്നെയും പറയുകയാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതി. ആധിപത്യങ്ങളും അധികാരങ്ങളും ലോകത്തിൽ ധാരാളം ഉടലെടുത്തിട്ടുണ്ട്. ഇന്നും ലോകത്ത് അത് നിലകൊള്ളുന്നുണ്ട്. പക്ഷേ ദൈവവചനം പറയുകയാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ക്രിസ്തു യേശുവിങ്കൽ നിന്ന് വേണം നാം കൃപയും സമാധാനവും പ്രാപിക്കാൻ. ഇന്ന് രാത്രിയിൽ സമാധാനമറ്റവരായി ആരെങ്കിലും ദൈവപാദപീഠങ്ങളിൽ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ സമാധാനം എന്തെന്ന് അനുഭവിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പലരും പറയുന്നത്, എൻ്റെ അച്ഛാ സമാധാനം എന്താണെന്ന് കുറച്ചു നാളായിട്ട് അറിയാൻ പോലും കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം സമാധാനം തരുന്നവൻ നമ്മുടെ മധ്യത്തിൽ അവൻ എഴുന്നള്ളിയിട്ടുണ്ട്. അവൻ നിന്നോട് സംസാരിക്കുന്നവൻ. അങ്ങനെ ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായവെങ്കിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇനിയും വായിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നവന് നമ്മൾ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന്റെ രാജ്യവും, നമ്മെ രാജ്യവും പുരോഹിതന്മാരും. 2 കാര്യങ്ങളാണ് ക്രിസ്തു നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്, രാജ്യവും പുരോഹിതന്മാരും. മോശം കാര്യമാണ്. രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവന് വാഴാൻ നമ്മെ അവന്റെ രാജ്യമാക്കി മാറ്റിയിട്ടുണ്ട്. അവന് ശുശ്രൂഷ ചെയ്യാൻ നമ്മെ അവൻ പുരോഹിതന്മാരാക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, അന്ധകാരത്തിൽ നിന്ന്, പറയാമോ, അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവുമാകുന്നു. മോശം പദവിയാണോ? പിന്നെ പറയാൻ ഇത്ര മടി, നമുക്ക് പറയാൻ മടി അല്ലേ? അപ്പൊ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കിയിരിക്കുന്നു.
സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഓർക്കുക, കർത്താവ് നമുക്ക് എത്രത്തോളം കർത്താവ് തന്റെ സ്നേഹം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായ അനുവായന എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ പുസ്തകം നമുക്ക് തന്നവനെ കുറിച്ചൊരു ലഘു വിവരണം തന്നു എന്ന് മാത്രമേ. ഇനി നാം മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്ക് യോഹന്നാൻ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിപ്പാനുള്ളതുമായ അനവധി കാര്യങ്ങളും മേലാൽ സംഭവിപ്പാനുള്ള ഒരു കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് നാം 20-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിച്ചത്. നാം അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണല്ലോ: അവർ ജീവിച്ച്, അതാണ് അവസാന വാചകം, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴും എന്നല്ല, വാണു എന്നാണ്. അപ്പൊ ഇന്ന് രാത്രിയിൽ ഓർക്കുക, 1000 ആണ്ട്, സഹസ്രാബ്ദ വാഴ്ച, മില്ലേനിയം, 1000 ആണ്ട് വാഴ്ചയുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രതീക്ഷ നൽകി നമ്മെ മുൻപോട്ട് നടത്തുന്ന തിരുവചന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. ഏതൊരു ദൈവ പൈതലിനും പ്രത്യാശ തരുന്ന, ഒരു ദൈവ പൈതലിനെ ത്രസിപ്പിക്കുന്ന വിഷയമാണ് യുഗാന്ത്യ പ്രത്യാശ എന്ന് പറയുന്നത്. യുഗാന്ത്യ പ്രത്യാശയിൽ ഒരു വിഷയമാണ് 1000 ആണ്ട് വാഴ്ച. അതിനെക്കുറിച്ചെല്ലാം ഒന്നും പ്രതിപാദിക്കാൻ നമുക്ക് സമയം പോരല്ലോ. അപ്പൊ 1000 ആണ്ട് വാഴ്ച, ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ കർത്താവാണ് നമുക്ക് അവസരങ്ങളെ തന്നിരിക്കുന്നത്. ഈ 1000 ആണ്ട് വാഴ്ച ിലെ 4 വിധ സംഭവങ്ങളാണ് 20-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രാരംഭ കാര്യം മാത്രം ഓർപ്പിച്ചു നിർത്താം. 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 1000 ആണ്ട് വാഴ്ചയിൽ ഒന്നാമത്തെ സംഭവമാണ് പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് സാത്താനെ ബന്ധിക്കുന്നു. സാത്താന് ശക്തിയുണ്ട്, അധികാരമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഒരു ദൂതൻ ഒരു താക്കോലുമായി ഇറങ്ങി വന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന്, ആ താക്കോൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. പഴയ പാമ്പ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഈ പഴയ പാമ്പിനെ നമുക്ക് കാണാം. ആ പഴയ പാമ്പാകുന്ന സാത്താനെ 1000 ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവനെ ചങ്ങലക്കിട്ട് പൂട്ടും എന്നാണ് നാം വായിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നമുക്ക് ആ വിവരണങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഇങ്ങനെ ഒന്നാമത്തെ സംഭവമാണ് സാത്താനെ പൂട്ടുന്നത്. 1000 ആണ്ടേക്ക്, 1000 വർഷം സാത്താനെ ചങ്ങലക്കിട്ട് പൂട്ടുമെന്ന് ഇത് നാം വായിക്കുന്നു. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടും. പൂട്ടിയെന്ന് വിചാരിച്ച ആരും സന്തോഷിക്കരുത്. പൂട്ടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അല്പകാലത്തേക്ക് അഴിച്ചുവിടും. ഇന്ന് രാത്രിയിൽ സാത്താൻ അധികാരവും ശക്തിയുമുണ്ട്. എങ്കിലും അവനെ ചങ്ങലക്കിട്ട് പൂട്ടുന്ന ഒരു ദിനം
സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗദരദേശത്തേക്ക് കർത്താവ് ചെന്നപ്പോ ഭൂതഗ്രസ്തനായ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് പറയുന്നുണ്ട്, സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ണിപ്പിക്കുന്നത് എന്ത്? അവനൊരു സമയമുണ്ട് എന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് സാത്താൻ നന്നായിട്ട് അറിയുന്നു. ഇന്ന് രാത്രിയിൽ സാത്താനെ പൂട്ടുന്ന താക്കോലുമായി അഗാധങ്ങളിലേക്ക് തള്ളിയിട്ടവനെ പൂട്ടുന്ന താക്കോലുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിൽ ദൈവജനമേ, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, നമ്മെ ക്ലേശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, നമ്മെ പാപ സ്വഭാവത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന സാത്താന്റെ ശക്തികളെ കർത്താവ് പൂട്ടുന്ന നാളുകളാണ്. അത് 1000 ആണ്ട് വാഴ്ചക്കാഴ്ച. ഇന്ന് രാത്രിയിൽ പിന്നീട് 1000 ആണ്ട് വാഴ്ചയിൽ സാത്താന്റെ യാതൊരു വിധമായ ശല്യങ്ങളും ഉണ്ടാവില്ല. എന്നാൽ അവനെ അല്പകാലത്തെ കഴിച്ചുവിടും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് അല്പകാലത്തേക്ക് മാത്രമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിനുശേഷവും അവനെ എന്നേക്കുമായി അഗാധത്തിലേക്ക് തള്ളുന്ന നിത്യ ന്യായവിധിയുടെ നാളുകളുണ്ട്. ഇന്ന് രാത്രിയിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ 1000 ആണ്ട് വാഴ്ചയിൽ നാം വായിച്ചത് നാം കർത്താവിനോട് കൂടെ വാണു എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരുക്കമുള്ള ദൈവമക്കളായി 1000 ആണ്ട് കർത്താവിനോടുകൂടെ വാഴുവാൻ ഒരുക്കമുള്ള ദൈവമക്കളായി നമുക്ക് ഈ കാലങ്ങളിൽ ആയിരിക്കാം. അതിനുവേണ്ടിയുള്ള ഒരുക്കമുള്ള ജീവിതങ്ങളായി കർത്താവിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യങ്ങളോട് നിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. രാജ്യങ്ങളോട് നിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടു താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടു താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിന് ഒരുങ്ങീടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിന് ഒരുങ്ങീടാം. ആകാശത്തിൽ ശക്തിയിളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തിയിളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേരിച്ചു നിർജീവനായിടുന്നേ ഒരുങ്ങീടാം. ജനം പേരിച്ചു നിർജീവനായിടുന്നേ ഒരുങ്ങീടാം. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തി ജയിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തി ജയിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾ കനിവരെ തീരുന്നതാൽ ഒരുങ്ങീടാം. ലോകമോഹങ്ങൾ കനിവരെ തീരുന്നതാൽ ഒരുങ്ങീടാം. ദീർഘായുടേതായി വന്നിടുമേ 10,000 പേരുടെ സുന്ദരന്മാർ. ദീർഘായുടേതായി വന്നിടുമേ 10,000 പേരുടെ സുന്ദരന്മാർ. തന്റെ കോമള രൂപം കണ്ടാനന്ദിക്കാൻ ഒരുങ്ങീടാം. തന്റെ കോമള രൂപം കണ്ടാനന്ദിക്കാൻ ഒരുങ്ങീടാം. മാലിന്യപ്പെട്ടിടതോടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി.
മാലിന്യപ്പെട്ടിടതോടിയിടുക. മണവാളൻ കരാവെച്ചമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹീതമായ ഈ നല്ല സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി തന്നവൻ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളെ പോലെയുള്ളതായ അനേക ജീവിതങ്ങൾ ആശുപത്രികളിലും ആതുരാലയങ്ങളിലും പ്രത്യേകാൽ ഭവനങ്ങളിലും കർത്താവെ രോഗത്താലും മറ്റു മാനസികവും ശാരീരികവുമായ പ്രയാസം അനുഭവിച്ചുകൊണ്ടായിരിക്കുമ്പോൾ എന്റെ പിതാവായ ദൈവമേ, ഞങ്ങളെ അവിടുന്ന് അങ്ങയുടെ നാമം വിളിപ്പാൻ ഞങ്ങൾക്ക് തന്ന ദൈവാലയത്തിലേക്ക് കൂട്ടിവരുത്തിയ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ചെയ്യുന്നതായ നന്മകളെ ഓർത്ത് തമ്പുരാനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ലെന്ന് തിരുവചനം പറയുന്നത് പോലെ അങ്ങയുടെ സന്നിധിയോടടുത്ത് വരുവാൻ പിന്നെയും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ പകൽക്കാലം കർത്താവെ സമർപ്പിച്ചിരിക്കുന്നതായ പാട്ട്, പ്രാർത്ഥന, പ്രബോധനം ഇവയൊക്കെയും അവിടുത്തെ നാമത്തിന് സുഗ്രാഹ്യയാഗമായി തീരുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി കർത്താവെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വേണ്ടി കർത്താവെ അവിടുന്ന് പ്രയത്നിച്ചതായ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. തക്ക പ്രതിഫലം കർത്താവെ നൽകി അവിടുന്ന് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും നിരാശയോടെ മടങ്ങുവാനല്ല, ഹല്ലേലൂയ, ഏറിയ പ്രത്യാശയോടെ മടങ്ങുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, ഹല്ലേലൂയ, ഇപ്പോൾ കർത്താവേ ആലയത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക കർത്താവേ ഞങ്ങളുടെ ഗായക സംഘത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹം നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടുത്ത വർഷം കർത്താവെ ഇതിനേക്കാൾ ഉപരി ആയ അവസ്ഥയിൽ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് സഹായിക്കണമേ. കോരഹപുത്രന്മാർ അങ്ങേ ആരാധിച്ചതുപോലെ ഹല്ലേലൂയ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങയുടെ നാമത്തെ പാടി സ്തുതിപ്പിക്കുമ്പോൾ അതൊരാത്മീയ അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുവാൻ ഇടയാക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇവിടെ കടന്നു വന്നിരിക്കുന്നതായ രസഭകളിലെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകാര്യങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ പിതാവ് കടന്നു വന്നതുപോലെ മടങ്ങി ഭവനത്തിൽ ചെന്ന് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് വരെ ദുഷ്ടൻ ദൃഷ്ടി വെക്കുവാനോ ദോഷമായതൊന്നും ഭവിക്കുവാനോ ഇടയാകാതെ എന്റെ കർത്താവ് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്നതായ ശുശ്രൂഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ പിതാവ് ഞങ്ങൾക്ക് ഒരുമിച്ച് പിന്നെയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാല് പ്രിയ സൈമൺ സാറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കാണുവാനും കർത്താവെ അതേ ഹല്ലേലൂയ ഒരുമിച്ച് ആരാധനയിൽ ആയിരിക്കാനും സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവെ ഞങ്ങൾ ബാവുച്ചിനെ ഓർത്തൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമേ, ഹല്ലേലൂയ, നാളെയുടെ ദിവസം ഒരു പ്രതികൂലവും ഉണ്ടാകുവാൻ ഇടയാകാതെ എന്റെ ദാസൻ കർത്താവെ കൃത്യസമയത്തിന് മുൻപേ തന്നെ കടന്നു വരുവാൻ എന്റെ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടുന്ന് നീങ്ങിപ്പോകുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ വികാരിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാം ഇത്രത്തോളം ചന്തവും ഭംഗിയുമായി ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് കൊടുത്തിരിക്കുന്നതായ എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടുകൂടെ മടങ്ങി പോകട്ടെ. കർത്താവിന് ഞങ്ങൾ തിരികെ മുഖാമുഖം കാണുന്നത് വരെയും എന്റെ കർത്താവ് ഞങ്ങളായിരിക്കുന്നതായ സ്ഥലങ്ങളിലെ യാതൊരു പ്രയാസവും പ്രതികൂലവും ഉണ്ടാകാതെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു മൂലം അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. ഇവിടുത്തെ രാജ്യം വരണമേ. ഇവിടുത്തെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാറും. ഞങ്ങൾക്ക് ദിവസമുള്ള ആഹാരം ഒന്നും തരണമേ. ഞങ്ങളുടെ നേരെ കുറ്റം ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നത്. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുത്താതെ ഞങ്ങളെ ദോഷത്തിൽ രക്ഷിക്കണം. രാജ്യവും ശക്തിയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.